വയനാടിന്റെയും കോഴിക്കോട് മലയോര ജനതയുടെയും സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസന പദ്ധതിയായ തുരങ്കപാത മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രിമാർ, MLA മാർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വർഷങ്ങളുടെ ആവശ്യമായ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ ഒരു നാടിന്റെ ഉത്സവമായി മാറി. ആനക്കാമ്പൊയിൽ സെന്റ് മേരീസ് UP സ്കൂളിലെ സദസ്സിനപ്പുറവും നീണ്ട ജനങ്ങളെ സാക്ഷിയാക്കി ചരിത്ര പദ്ധതിയുടെ ശിലാഫലകം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തു. രാജ്യത്തിന് തന്നെ ഗുണം ചെയ്യുന്നതാണ് പദ്ധതിയെന്ന മുഖ്യമന്ത്രി. തുരങ്കപാത പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാകും ഇത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയാകും ഇത്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. നാടാകെ സ്വപ്നം കണ്ട അസാധ്യമെന്ന് കരുതിയ പദ്ധതി യാഥാർത്ഥ്യമായെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പശ്ചാത്തല വികസന മേഖലക്കാകെ വലിയ പ്രതീക്ഷയും ആവേശവും നൽകുന്ന ഒരു പദ്ധതിയുടെ ആരംഭത്തിലാണ് നമ്മളെല്ലാവരും. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ മൂന്നാമത്തെ ടിൻ ട്യൂബ് ടണലായ തുരങ്കപാത കിഫ്ബി ധനസഹായത്താൽ 2134 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. കിഫ്ബി എന്ന സർക്കാരിന്റെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയുടെ കീഴിൽ ഈ പദ്ധതി തയ്യാറാക്കിയിട്ടാണ് ഇതിപ്പോൾ നടക്കുന്നത്. കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴിയുടെ ഭാഗമായതും ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നതുമായ തുരങ്കപാത കേരളത്തിന്റെ വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത്. താമരശ്ശേരി ചുരത്തിലെ തിരക്കൊഴിവാകും, കോഴിക്കോട് വയനാട് ഗതാഗതം സുഗമമാകും, യാത്രാസമയം കുറയും തുടങ്ങിയ ഗുണങ്ങളും ഉണ്ട്. പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, OR കേളു, MLA മാരായ ലിൻഡോ ജോസഫ്, T സിദ്ദിഖ്, മുൻ MLA മാർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്.